പ്രവാസ ലോകത്തെ വാർത്തകൾ. അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിന് താൽക്കാലിക വിരാമം. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള അധിക തീരുവ 3 മാസത്തേക്ക് മരവിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. ചൈനയ്ക്കെതിരെ 140% തീരുവ നടപ്പാക്കേണ്ട ദിവസം തന്നെയാണ് 90 ദിവസത്തേക്ക് ഉത്തരവ് മരവിപ്പിച്ചത്. ഇത് സംബന്ധിച്ച ഉത്തരവിൽ പ്രസിഡന്റ് ഒപ്പിട്ടതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ചൈനയുമായുള്ള ചർച്ചകൾ നല്ല നിലയിലാണെന്നും ഒരു വ്യാപാര കരാർ വൈകാതെ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ നികുതി 40%, അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ നികുതി 25% ഉയർത്താനുള്ള തീരുമാനമാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്. നിലവിൽ ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 30% നികുതിയും അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് പോകുന്ന ഉൽപ്പന്നങ്ങൾക്ക് 10% നികുതിയുമാണ് ഈടാക്കുന്നത്. 90 ദിവസത്തേക്ക് കാലാവധി നീട്ടാനുള്ള തീരുമാനം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ അവസരം നൽകും. കൂടാതെ ഈ വർഷം അവസാനം ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കും ഇത് വഴിയൊരുക്കിയേക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ പ്രവാസികളുടെ റെസിഡന്റ് കാർഡ് കാലാവധി നീട്ടി. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്കിത് ഉപകാരപ്രദമാകും. പരമാവധി 3 വർഷത്തേക്കാണ് റോയൽ ഒമാൻ പോലീസ് റെസിഡന്റ് കാർഡിന്റെ കാലാവധി നീട്ടിയത്. അടുത്തിടെ സിവിൽ സ്റ്റാറ്റസ് നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷനിൽ ഭേദഗതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. റെസിഡന്റ് കാർഡിന് 1 വർഷത്തേക്ക് 5 റിയാലും 2 വർഷത്തേക്ക് 10ഉം 3 വർഷത്തേക്ക് 15 റിയാൽ ഫീസുണ്ടാകും. റെസിഡന്റ് കാർഡിന്റെ കാലഹരണ തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ പുതുക്കണം. നഷ്ടപ്പെട്ടതോ കേടായതോ ആയ റെസിഡന്റ് കാർഡിന് പകരം പുതിയത് ലഭിക്കുന്നതിന് 20 റിയാലാണ് നിരക്ക്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ നിന്നും തായ്ലാൻഡിലേക്ക് നേരിട്ട് വിമാന സർവീസുമായി ആകാശ് എയർ സെപ്റ്റംബർ 20 മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. മുംബൈക്കും തായ്ലൻഡിലെ ഫുക്കറ്റിനുമിടയിൽ ദിവസേന നേരിട്ടുള്ള ഫ്ലൈറ്റുകൾ ആരംഭിക്കുന്നതായി ആകാശ എയർ അധികൃതർ അറിയിച്ചു. ഇപ്പോൾ ബുക്കിംഗുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് തങ്ങളുടെ 6ാമത്തെ അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനമായിരിക്കുമെന്ന് ആകാശ എയർലൈൻ അറിയിച്ചു. ഇന്ത്യൻ യാത്രക്കാർക്കിടയിൽ ഫുക്കറ്റിന്റെ ജനപ്രീതിയും ഒരു വ്യാപാര ടൂറിസം കേന്ദ്രമെന്ന നിലയിലുള്ള അതിന്റെ പങ്കും തങ്ങളുടെ ശൃംഖലയുടെ തന്ത്രപ്രധാനമായ കൂട്ടിച്ചേർക്കലാണെന്ന് എയർലൈൻ പറഞ്ഞു. ആകാശ എയറിന്റെ നെറ്റ്വർക്ക് 23 ആഭ്യന്തര ലക്ഷ്യസ്ഥാനങ്ങളും 6 അന്താരാഷ്ട്ര നഗരങ്ങളും ഉൾക്കൊള്ളുന്നു. ദോഹ, ജിദ്ദ, റിയാദ്, അബുദാബി, കുവൈറ്റ് സിറ്റി, ഫുക്കറ്റ് എന്നിവയാണ് ആകാശ എയർലൈനിന്റെ അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫോൺ വഴിയുള്ള പരസ്യങ്ങൾക്ക് സമയപരിധി നിശ്ചയിച്ച് ദുബായ് ഗവൺമെന്റ്. അനുമതിയില്ലാതെ പരസ്യങ്ങൾക്ക് വിലക്കുണ്ടെന്ന് അധികൃതർ. ഫോണിലൂടെയുള്ള പ്രചാരണ പരിപാടികൾ രാവിലെ 7-നും രാത്രി 9-നും ഇടയിൽ മാത്രമായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അതോറിറ്റിയിൽ നിന്ന് അനുമതി വാങ്ങാതെ ടെലിഫോൺ വഴി പ്രമോഷൻ പാടില്ലെന്നും ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് അറിയിച്ചു. പ്രമോഷനുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ തടയാൻ ഉപഭോക്താക്കൾ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനിയിലേക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇതോടെ എല്ലാ പരസ്യങ്ങളും SMS ആയി വരുന്നത് തടയും. വിലക്കിയ ശേഷവും പരസ്യങ്ങൾ ലഭിച്ചാൽ അതോറിറ്റിയിൽ പരാതിപ്പെടാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ ആയിരക്കണക്കിന് ഹൗസിംഗ് യൂണിറ്റുകൾ ഉടൻ വിപണിയിലെത്തും. വീട് വാടകയ്ക്ക് ഇത് ആശ്വാസമാകും. പുതിയ താമസ കേന്ദ്രങ്ങൾ വന്നതോടെ വിവിധ മേഖലകളിൽ വാടകയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി തുടങ്ങിയതായി UAE പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിർമ്മാണ മേഖലയിലെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് ദുബായിൽ നടന്നുവരുന്നത്. ഇതിൽ ഏറെയും താമസ കെട്ടിടങ്ങളാണ്. 17,300 ഹൗസിംഗ് യൂണിറ്റുകൾ പുതുതായി വിപണിയിൽ എത്തിക്കഴിഞ്ഞു. 61,800 യൂണിറ്റുകൾ ഇപ്പോൾ നിർമ്മാണ ഘട്ടത്തിലാണ്. അടുത്ത 2 വർഷത്തിനുള്ളിൽ 1 ലക്ഷം യൂണിറ്റുകളാകും ദുബായിൽ പൂർത്തിയാവുക. ഇതോടെ താമസ കേന്ദ്രങ്ങളുടെ ലഭ്യത വലിയ തോതിൽ വർദ്ധിക്കും. ഇത് താമസ വാടകയിൽ കുറവുണ്ടാകാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷത്തെ ആദ്യ 6 മാസങ്ങളിൽ ദുബായിലെ വാടകയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് വാടക ഡാറ്റ പ്രകാരം 0.6% കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പല മേഖലകളിലും ഇപ്പോഴും വാടക ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.